പേജർ, വോക്കി ടോക്കി തുടങ്ങിയ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആശയവിനിമയ ഉപകരണങ്ങളെ ബോംബുകളാക്കി ഇസ്രായേൽ ചാര ഏജൻസി മൊസാദ് ലെബനിൽ സ്ഫോടന പരമ്പര തന്നെ അഴിച്ചുവിട്ടത് ലോകത്തെ സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഏതു രൂപത്തിലും ഇസ്രായേൽ തങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടേക്കുമെന്ന ഭയമാണ് ഓരോ നിമിഷവും ലെബനൻ നിവാസികളും ഹിസ്ബുള്ളയും ജീവിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ലെബനൻ ജനതയ്ക്കോ ഹിസ്ബുള്ളയ്ക്കോ മാത്രമുള്ള വെടിമരുന്നല്ല എന്നത് സന്ദേശമാണ് ഉയരുന്നത്. വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും പേജർ രഹസ്യമായ കോഡുകൾ പങ്കുവയ്ക്കുന്ന ഒന്നായിരുന്നു. പേജറിനൊപ്പം വോക്കി ടോക്കി, സോളാർ പാനൽ, ബാറ്ററി, കാർ ബാറ്ററി തുടങ്ങിയ ആയിരക്കണക്കിന് ഉപകരണങ്ങളാണ് അന്ന് പൊട്ടിത്തെറിച്ചത്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടെ ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മൊസാദിന്റെ ഓപ്പറേഷൻ ആവർത്തിക്കുമെന്നത് ഇന്ന് ലോകം മുഴുവൻ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ആളുകൾക്ക് മൊബൈൽ ഫോൺ തൊടാൻ പോലും ഇപ്പോൾ പേടിയാണ്. ഫ്രിഡ്ജ് പോലും സുരക്ഷിതമല്ല എന്ന അവസ്ഥയാണ്. സംശയാസ്പദമായ പേജറുകൾ അടക്കമുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ലബനീസ് സൈന്യം നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഭീതി അടുത്തൊന്നും ഒഴിയുമെന്ന് തോന്നുന്നില്ല. പേജർ സ്ഫോടനത്തിൽ ലെബനിലെ ഇറാൻ അംബാസിഡർ മോജ്താബ അമാനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള അംഗങ്ങളുടെ മക്കളും ബന്ധുക്കളും കൊല്ലപ്പെട്ടു. സിറിയയിലും പേജർ പൊട്ടിത്തെറിച്ച് 14 പേർക്ക് പരിക്കേറ്റിരുന്നു. എന്തായാലും ഇസ്രായേലിനെ ചാരമാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഹിസ്ബുള്ള സ്വന്തം ശവക്കുഴി തോണ്ടുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇസ്രായേൽ ആക്രമണ പരമ്പര തുടരുകയുമാണ്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ വിമാനങ്ങൾ വീണ്ടും ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ്. പേജർ, വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ബോംബാക്രമണം നടത്തിയത്. പേജർ ആക്രമണത്തിനു പിറ്റേന്നാണ് ലെബനിലെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ട് വോക്കി ടോക്കി സ്ഫോടനങ്ങൾ ഉണ്ടായത്. ലെബനിലുടനീളം ഹിസ്ബുള്ളയുടെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. കാറുകളിലും വീടുകളിലുമാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. മൃതസംസ്കാര ചടങ്ങുകൾ സ്ഫോടനമുണ്ടായി. തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഒട്ടേറെ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. അതിനിടെ പേജർ ആക്രമണത്തിൽ പ്രതികരിച്ച് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ളയുടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയെങ്കിലും മുട്ടുമടക്കില്ലെന്ന് ഹസൻ നസ്രള്ള പ്രതികരിച്ചു. ഇസ്രായേൽ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഹസൻ നസ്രള്ള പറഞ്ഞു. ശക്തമായി തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ലെബനിൽ ഹിസ്ബുള്ള വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 37ആയി.